ഇതിനെക്കുറിച്ച് ഓൺലൈൻ മീഡിയയിലും അതുപോലെ തന്നെ ഗൂഗിളിലും പിന്നെ സംവിധായകൻ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഈയിടയ്ക്ക് ഡയറക്ടർ ചിദംബരത്തിൻ്റെ ഒരു വീഡിയോ യൂട്യൂബിൽ ഞാൻ കാണാനിടയായി കേട്ടോ. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ട്രെയിലറിൽ ഉള്ള കൺസെപ്റ്റ് അല്ലാതെ നമ്മൾ പ്രതീക്ഷിക്കാതെ അതിൽ കൂടുതലായി തിയേറ്ററിൽ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടുകയാണെങ്കിൽ എങ്ങനെയിരിക്കും ഒരു പ്രേക്ഷകൻ്റെ അനുഭവം എന്നാണ്. അത്തരത്തിൽ നോക്കുമ്പോൾ ചിദംബരം നമുക്കായി വലിയൊരു സർപ്രൈസ് ഫിലിമിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിരിക്കുന്നത്. അതിലുപരി ട്രെയിലറിൽ ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഒരു ടോർച്ച് വെളിച്ചത്തിൽ ടോവിനോയെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഫിലിമിൻ്റെ അകത്ത് പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന ആൾക്കാർ ചുരുക്കം പേരുകൾ മാത്രമാണ് നമുക്ക് ഗൂഗിളിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. അതിലൊന്നാണ് ലാൽ ജൂനിയർ, അതുപോലെ തന്നെ ചന്തു, അങ്ങനെ കുറച്ച് ആൾക്കാരുടെ പേരുകൾ. ഈ ഫിലിമിൽ ഉടനീളം എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നതിനെ പറ്റി ട്രെയിലറിൽ നിന്ന് പോലും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ട്രെയിലർ ചെറിയൊരു കൺസെപ്റ്റ് മാത്രമാണ് പറഞ്ഞു പോകുന്നത്. പക്ഷേ അതിലേക്കാൾ വലിയ എന്തോ ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത, നമ്മൾ ഇതുവരെ കാണാത്ത ഒരു ത്രില്ലിംഗ് മൂമെൻറ്റ് ഫിലിമിൽ ഉണ്ടെന്നാണ് ഞാൻ പേഴ്സണലി പ്രതീക്ഷിക്കുന്നത്. ചിദംബരത്തിനെ പോലുള്ളൊരു ഡയറക്ടർ ഇത്തരത്തിലൊരു ഫിലിം റിലീസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഫിലിം കമ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മാർക്കറ്റിനെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മുൻ ഫിലിമുകളെ പറ്റി നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാകും. ഈ സെയിം ഫിലിം ക്രൂവിൻ്റെ ഭാഗത്തുനിന്ന് വന്നാണ് നമ്മുടെ മഞ്ഞുമല ബോയ്സും അതുപോലെ തന്നെ ഫഹദ് ഫാസിൽ മെയിൻ വേഷത്തെത്തിയ ആവേശമൊക്കെ. അതുകൊണ്ട് തന്നെ ഭാരിച്ചൊരു പ്രതീക്ഷയോട് കൂടിയാണ് ഞാൻ തിയേറ്ററിലേക്ക് പോകുന്നത്. കാരണം ഈ ഫിലിം നമ്മൾ മലയാളം ഫിലിം ഇൻഡസ്ട്രീസിൽ ഇതുവരെ കാണാത്ത ഒരു പ്രത്യേക രീതിയിലെ പ്രസൻറ്റേഷൻ ആയിരിക്കുമെന്നും കൺസെപ്റ്റ് ആയിരിക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. ത്രില്ലർ ജോണറിൽ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു ചിത്രം ആയിരിക്കുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നു കേട്ടോ. കാരണം ത്രില്ലർ ജോണറിൽ ഇത്തരത്തിൽ ഈ ട്രെയിലർ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു വ്യത്യസ്തമായൊരു പ്രസൻറ്റേഷൻ ഇല്ലാതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിൻ്റെ കഥാ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നാളെ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണാം. അപ്പോൾ നിങ്ങളെ കമൻറ്റ് അതുപോലെ തന്നെ ലൈക്ക് ഷെയർ ഒക്കെ എൻ്റെ ഈ വീഡിയോയ്ക്ക് ചെയ്യുക. നാളെ ഈ ഫിലിം നിങ്ങളെപ്പോലെ തന്നെ ഞാനും തിയേറ്ററിൽ പോയിട്ട് കാണും കേട്ടോ. എന്നിട്ട് അതിൻ്റെ റിവ്യൂ ഞാൻ ഇതിലിടുന്നതാണ്. ഞാനിപ്പോൾ ഇതിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഞാൻ യൂട്യൂബിൽ നിന്നും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിന്നും പിന്നെ അതുപോലെ തന്നെ ഈ ഗൂഗിളിൽ നിന്ന് ഫിലിമിനെ പറ്റി ലഭിക്കുന്ന ചില വിവരങ്ങളും കൺസെപ്റ്റൊക്കെ വെച്ചിട്ടാണ് സംസാരിച്ചത് കേട്ടോ. ഫിലിമിൻ്റെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ട്രെയിലർ അതുപോലെ തന്നെ ഗൂഗിളിൽ ലഭ്യമായ ഡോക്യുമെൻറ്റുകളൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ സംസാരിച്ചത്. വളരെയധികം പ്രതീക്ഷയോടെ, എന്താ പറയുക, നല്ലൊരു ത്രില്ലർ വിത്ത് അത്തരത്തിലൊരു ക്രൈം വിത്ത് ത്രില്ലർ എന്നുള്ളൊരു ജോണറിൽ നല്ലൊരു ഫിലിമായിരിക്കുന്നു വളരെയധികം പ്രതീക്ഷയുണ്ട്. ഡയറക്ടർ ചിദംബരത്തിനെ വളരെയധികം പ്രതീക്ഷിച്ചുകൊണ്ട് തിയേറ്ററിൽ പോകാൻ കാരണം അദ്ദേഹത്തിൻ്റെ മുൻ ചിത്രങ്ങളാണ് കേട്ടോ. ഇത് അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ ചിത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു സക്സസ് ആവട്ടെ. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയിട്ട് ഫിലിം കാണുക. അതുപോലെ തന്നെ നിങ്ങളെ കമൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. ഈ ഫിലിം നാളെ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടതിന് ശേഷം അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിലൊരു റിവ്യൂ കൂടി ഞാനിത് ചെയ്യുന്നതാണ്. അപ്പോൾ പേഴ്സണലി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കാരണം ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് നിങ്ങളുടെ സൈഡിൽ നിന്നൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇത്തരത്തിൽ വീഡിയോസ് ചെയ്യുന്നത് എൻ്റെ ഒരു പേഴ്സണൽ ഇഷ്ടം കൊണ്ടാണ്. അത്തരത്തിൽ നിങ്ങളൊരു സപ്പോർട്ടും കൂടി കിട്ടുകയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നാളെ ഫിലിം കണ്ടിട്ട് ഞാനതിൻ്റെ റിവ്യൂ പറയാം. അതുപോലെ തന്നെ എനിക്ക് തോന്നിയ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാം. മേ ബി ഞാനൊരു റിവ്യൂവിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു പ്രധാന കാര്യം, എനിക്കിഷ്ടപ്പെട്ട എല്ലാ ഫിലിമുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ പറയുന്ന കൺസെപ്റ്റ് ആയിരിക്കുമല്ല നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടുന്നത്. എന്നെ സംബന്ധിച്ചോളം ഞാൻ പറയുന്ന ഈ റിവ്യൂ ഒക്കെ പേഴ്സണലി ഞാനൊന്നൊരാൾ തിയേറ്ററിൽ പോയി ഫിലിം കണ്ടാൽ എനിക്ക് തോന്നുന്ന കാര്യങ്ങളാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഞാൻ ചിന്തിക്കുന്നതിൽ മേലെ അല്ലെങ്കിൽ എന്നേക്കാൾ നന്നായിട്ട് ചില ഫിലിമുകൾ തോന്നാം. കാരണം ഓരോരുത്തരുടെ ചിന്തകളും അതുപോലെ തന്നെ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കുമല്ലോ. ഒരു സാധാരണക്കാരനെന്ന രീതിയിൽ ഞാൻ കണ്ട എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ ഈ ചാനലിലൂടെ റിവ്യൂ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാം. നമുക്ക് ഈ ഫിലിം കണ്ടതിന് ശേഷമില്ല റിവ്യൂ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ.